ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. ഇന്നലത്തെ റിസപ്ഷനും കാര്യങ്ങളും, ഇന്നലെ കല്യാണവും തിരക്കൊക്കെ ആയിരുന്നു. അപ്പം ഇന്ന് ശരിക്കും സത്യം പറഞ്ഞാൽ ഞാൻ ടയർഡാണ്. ഇന്ന് ഇച്ചിരി താമസിച്ചിട്ടുണ്ട്. ഇന്ന് ചിലപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ഓടാൻ പോകത്തുള്ളൂ, വയ്യ. അപ്പോൾ അതേ കൊച്ചു ഗച്ചായൊക്കെ എണീറ്റിരിപ്പുണ്ട്. ഗച്ചാടി പോയി ചായ കഴിക്കാൻ തോന്നുന്നേ അപ്പവും കഴിഞ്ഞറിയൊക്കെ സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ വെച്ചിട്ടുണ്ട്. എല്ലാം പറഞ്ഞു എനിക്കും ചുമയാണ്, ബേബിക്കും ചുമയാണ്, എംബ്രിക്ക് ചുമയാണോ? ചുമച്ചെന്ന് തനിയെ മാന്തി പൊട്ടിക്കും. ഇതിന്റെ ഒരു മാന്തി കിട്ടിയാൽ തീർന്നു. ഇത് കണ്ടോ, ഇവിടെയൊക്കെ റെഡ് കളറിലിരിക്കുന്നത്, ഇവിടെയൊക്കെ മുറിവായി മുറിഞ്ഞിരിക്കുകയാണ്. അതൊരു പ്രത്യേകതരം സ്വഭാവമുണ്ട്. തനിയെ വെച്ചിട്ട് തനിയൊക്കെ മാന്തിക്കളെ. അപ്പം ഞങ്ങൾ അടിയിലോട്ട് പോട്ടെ. ചിക്കൻ മേടിക്കാൻ പോകണം. എനിക്കാണെങ്കിൽ ഭയങ്കര തലവേദന. ഇന്നലെ വെയിലടിച്ച് പിന്നെ ഇതാണ് ടയേർഡാണ്, ഭയങ്കര ടയേർഡ്. അപ്പോൾ എന്തായാലും ഇന്നുള്ള വിശേഷങ്ങൾ കാണാം. രാവിലെ തന്നെ അപ്പവും ഒരാൾ കഴിക്കാൻ വന്നിരിക്കുന്നുണ്ട്. വലിയ ആളപ്പം ഇച്ചിരി അപ്പം കൊടുക്കട്ടെ, കാലിയപ്പം കൊടുക്കണം. നമ്മൾ ഫുഡൊക്കെ കൊടുക്കും ഇപ്പോൾ 4 മാസത്തിൽ തന്നെ. കണ്ടു ഇപ്പം മൂഡ് ശരിയല്ല. കുറച്ച് കഴിയുമ്പോൾ ഒരാൾ ട്യൂഷൻ പോകാനിരിക്കുക. പിന്നെ സോപ്പ് കൈ കൊണ്ട് വിളിക്കുന്നു എൻ്റെ വീഡിയോ എടുക്കാൻ. എടുക്കുന്നുണ്ട്. ചിരിച്ചു അതിന് 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അടുത്ത ഞായറാഴ്ച വലിയ ആളെപ്പോലെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ ദുവാനെ ട്യൂഷൻ വിടാൻ പോവുകയാണ്. ദുവാനെ വെക്കേഷൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ വെക്കേഷൻ ക്ലാസ്സിന് വിടാൻ വേണ്ടിയിട്ട് പോവാം. 2 മാസം നമ്മൾ ട്യൂഷൻ ക്ലാസ് എത്തിയിട്ടുണ്ട്. ദുവാനെ ഇവിടെ തപ്പാൻ പോവാണ്. ഇപ്പം സമയം താമസിച്ചു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുവ എണീറ്റ് വരാനൊക്കെ മടി. അപ്പോൾ ഇപ്പം മണി 11:15 കഴിഞ്ഞിട്ടുണ്ട്. ചെല്ലു ദുവ എണ്ണ പെട്രോൾ തീരാറായിട്ടുണ്ട്. നമ്മൾ പെട്രോൾ അടിക്കാൻ പോകും. ഇതാണ് നമ്മളെ സ്റ്റാൻഡ്. നമ്മൾ ഓടാൻ വന്നിട്ടുണ്ട്. പെട്ടുപോയി ഗൈസ്. നമ്മൾ സിഗ്നലിനോടെ എണ്ണ തീർന്നെന്ന് തോന്നുന്നു ഗൈസ്. നിങ്ങളെല്ലാവരും ഹെൽപ്പ് ചെയ്യണം ഗൈസ്. ചിക്കൻ കടയിലെത്തിയിട്ടുണ്ട്. ഇറച്ചി മേടിച്ചു ഇനി കൊണ്ട് ഫ്രൈ ചെയ്തടിക്കും. ഇപ്പോൾ പോവാണ്. നമ്മളിവിടെ നിന്നാണ് സ്ഥിരം ചിക്കൻ വാങ്ങിക്കുക. ബീഫ് കടയുണ്ട്, മട്ടൻ കടയുണ്ട്. അത് ഞങ്ങൾ ഈ പോകുമ്പോൾ കാണിച്ചു. ചിക്കനൊക്കെ മേടിച്ചിട്ട് വന്ന് ഗൈസ്. ഉറങ്ങിയല്ല, കറണ്ട് പോയാ. കൊച്ചുവാണ്
അപ്പോൾ ഗൈസ് ഞാൻ പുറത്ത് പോയേക്കുമായിരുന്നു ദുവാനെ വിളിക്കാൻ വേണ്ടി ട്യൂഷനിൽ. അപ്പം ഷിയാക്ക് വയ്യാണ്ട് ഷിയ കിടക്കുമായിരുന്നു തലവേദനയായിട്ട്. അപ്പം ഞാൻ കുറച്ച് ബേക്കറി സാധനങ്ങളൊക്കെ ഇവന് വയ്യാത്ത സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിന് മുന്നേ ചോറ് തിന്നാം. കാര്യം അല്ലെങ്കിൽ ചോറ് തിന്നാൻ പറ്റത്തില്ല സ്വീറ്റ്സൊക്കെ കഴിച്ചാൽ. അപ്പം ചോറ് തിന്നിട്ട് ഇതാക്കാം. അപ്പോൾ ദുവാ വന്നിട്ടുണ്ട്. ദുവാ കൊച്ചു കിടന്ന് ഉറങ്ങുവാണ്. ദുവാനെ അങ്ങോട്ട് വിടാം. ദുവ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറയുക, മേളിൽ പോയി ബേബീൻ്റെ അടുത്ത് ഇരിക്കും. ഞങ്ങൾ ചോറ് ഇങ്ങോട്ട് വരാം. അത് കഴിഞ്ഞിട്ട് ഇത് തരാം കേട്ടോ. ഓക്കെ. ചിക്കൻ പൊരിച്ചതും മാങ്ങ അച്ചാറും ബിരിയാണിയുണ്ട്. ബിരിയാണിയായിട്ട് കഴിക്കണം. ചോറുണ്ട് കേട്ടോ. ചോറുണ്ട്, ബിരിയാണി ഉണ്ട് കേട്ടോ. ചെമ്പ് ഇതെല്ലാം ഇപ്പൊളിച്ചാൽ പോരായിരുന്നു. ബിരിയാണി ചോറ്, ചിക്കൻ പൊരിച്ചത്, സലാഡ്, ചൂട് ബിരിയാണി. ചിലത് ചൂടായിട്ടില്ലെന്ന് തോന്നുന്നു. സല്ലാജി ഇത് ഏതോ ഒരു ഇതിനകത്ത് ഇങ്ങനെ കാണിക്കത്തില്ലേ? മാംഗോ പിക്കിൾസ്. അല്ലടാ ഇങ്ങനെ കാണിക്കത്തില്ലേ? ഏതോ ഒരു റീലില് കോഴി പൊരിച്ചു, കയ്യൻ, മാങ്ങയും ഇച്ചിരി കച്ചമ്പറും അച്ചാറും എല്ലാം കൂടെ ഇട്ട് എല്ലാം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി. ഞാൻ ചിക്കൻ ഫ്രൈ എന്താ പറഞ്ഞേ? സോറി, ഞാൻ കണ്ടില്ല. സോറി ഐ എം റിയലി സോറി. കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടില്ല. ബിരിയാണി ഉണ്ട്. പുതിയായിട്ട് ഒരാൾ വന്നിട്ട് ചാടിക്കറിയാണ് മേളിൽ ഇവാനെ നോക്കാൻ ഇരിക്കില്ല. ബിരിയാണി ഇവിടെ സൗണ്ട് കേട്ട്, ബിരിയാണിയുടെ സൗണ്ട് കേട്ട് ഓടി വന്ന ആളാണ്. ചിക്കൻ്റെ മണമോടെ അടിച്ചത്, പൊരിച്ച കോഴിയുടെ മണമെന്ന് പറഞ്ഞ് ഓടി വന്നത്. കൊച്ചിനെ നോക്കാൻ ഇരുത്തിയ ആൾ ചിക്കൻ തിന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വന്നിരുന്നിട്ട് എങ്ങനെയുണ്ട്? ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. എന്നാലും കഴിച്ചിട്ടില്ല. ഞാൻ ബേക്കറി കയറി സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നു. ഒന്ന് കട്ട്ലൈറ്റ് നമുക്കുണ്ട്. കട്ട്ലൈറ്റ് എനിക്ക് വയ്യാത്തോണ്ട് എന്നെ കാണാൻ വേണ്ടി വന്നേ ചിത്ത ബേക്കറി. പിന്നെ ക്രീം ബണ്ണ് കാണിച്ചിട്ടുണ്ട്. അത് ദുവാക്ക് വേണ്ടാന്ന് പറഞ്ഞു. കട്ട്ലൈറ്റ് ദുവാ ആള് ഭയങ്കര തോന്നുന്നു. അവിടെ വെച്ച് പറയും എനിക്ക് അത് വേണ്ട, എനിക്ക് ഇത് മതിയെന്ന് പറയും. ഇവിടെ വരുമ്പോൾ ആപ്പിൾ മിഠായി. അതെനിക്ക് ആപ്പിളിന് വരെ എനിക്ക് ആപ്പിൾ മിഠായി ആയിട്ട് തന്നിരിക്കുന്നത്. ആപ്പിളിന് ഭയങ്കര വിലയാണ്. പിന്നെ പേട പിന്നെ പ്ലേറ്റ് കാണിച്ചതോ? പിന്നെ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. തേങ്ങ ഉണ്ട കാണിക്കല്ലേ? ഒരു ഇതെല്ലാം ഓരോന്ന് വെച്ചിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു വാങ്ങിച്ചൊക്കെ ഓരോന്ന് ഇതിനകത്ത് കാണിക്കും. പിന്നെ കുറച്ച് റസ്ക് വാങ്ങിച്ചു. എനിക്ക് ചായയുടെ കൂടെ തിന്നാനായിട്ട് റസ്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ പ്ലേറ്റ് ഇങ്ങോട്ട് ബാക്കിയെല്ലാം ഇതിനകത്തുണ്ട്. എന്നെ കാണാൻ വേണ്ടി തന്നെ എന്നിട്ട് തിന്നുന്നത് വരെ തന്നെ എങ്ങനെയുണ്ട്? ഇത്രയും
എനിക്ക് വയ്യാണ്ട് മേടിച്ചോണ്ട് വന്നതാ, പക്ഷെ കഴിക്കുന്നത് അവരായിരിക്കും ഗൈസ്. അപ്പം ഞാൻ എന്തായാലും ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് വരാം. അതെ, ഉമ്മായും മോളും കൂടെ ക്രീം ബണ്ണിന് ഇടി. ഉമ്മ കൊടുക്കുന്നില്ല, കറക്റ്റ് വൃത്തിയായിട്ട് ടീമിനെ എൻ്റെ കരിറി കണ്ടിട്ടില്ല. ക്രീം ബണ്ണിന് വേണ്ടി ഇടി. വെരി കൾച്ചറസ് ഫെലോസ് എനിക്ക് വേണ്ടി കൊണ്ടുവന്നു. എന്നിട്ട് ഇവർ തമ്മിൽ ഫൈറ്റ്. അപ്പം എനിക്കില്ല, ഞാനടേ എങ്ങനെയുണ്ട് ദേ വീതിച്ചു കൊടുത്തിട്ടിരിക്കുന്ന നോക്കിക്കേ. ഒരാൾ അവിടെ ഇരുന്നിട്ട് ക്രീം ബണ്ണിൽ ക്രീം ഇല്ല എന്നുള്ള പരാതിയായിട്ട് ഇത് കുറേ കടക്കാരൻ പറ്റിച്ച് ക്രീം ബണ്ണിൽ ക്രീം ഇത് അതുവോ എന്തുവോ ക്രീം ബണ്ണാണ് ക്രീമിൽ ക്രീം അല്ല ബണ്ണിൽ ക്രീം ബണ്ണെന്ന പേര് മാത്രമേ ഉള്ളൂ, ക്രീമില്ല. ക്രീം ബണ്ണാണെന്ന് പറഞ്ഞ് ഇവിടെ ചൂടുവെള്ളം ഹോട്ട് വാട്ടർ. ക്രീം ബണ്ണില്ല അല്ല, ക്രീം ബണ്ണാണെന്ന് പറഞ്ഞ് കടക്കാരൻ ക്രീം ഇല്ലാത്ത ബണ്ണ് കൊടുത്ത് പറ്റിച്ചു. ഇവർ തമ്മിൽ ഇടിയാണ് ഇപ്പം, ക്രീം ഇല്ലാത്ത വശം കൊടുക്കുന്നു. അപ്പോൾ എന്തായാലും ഞാൻ മേലോട്ട് കയറി വീഡിയോ എഡിറ്റ് ചെയ്യാൻ, എനിക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഗൈസ് ദേ കുറേ വയ്യാത്തതുകൊണ്ട് കിടന്നുറങ്ങിയിട്ട് ഇപ്പോൾ കുളിച്ചൊരുങ്ങി റെഡിയായിട്ട് ഇറങ്ങിയാണ്. ഇന്ന് ഓടാൻ പോയില്ലായിരുന്നു. രാവിലെ എണീറ്റപ്പോൾ ഭയങ്കര തലവേദനയായിരുന്നു. പിന്നെ ഗുളികയൊക്കെ കഴിച്ചിട്ട് കുറവില്ലായിരുന്നു. ഭയങ്കര വെയിലൊക്കെ അല്ലേ, അതുകൊണ്ട് പോയില്ല. രാവിലെ പോയി കുറച്ച് മറ്റേ ബിരിയാണീൻ്റെ കൂടെ തിന്നാനായിട്ട് ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് കിടന്നുറങ്ങിയതാണ്. എന്നിട്ട് എണീറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങി. അയ്യോ ചുമ ഭയങ്കര മാറുന്നില്ല, വിട്ടുമാറാത്ത ചുമ. ഇപ്പം ചിലപ്പം ദുബായും ജഹാസും കൂടെ പടത്തിന് പോയി, വാഴയ്ക്ക് പോകണം പോയി. ചിലപ്പോൾ ഞാനും ജച്ചായും എംബ്രിക് ബേബിയും കൂടെ ചിലപ്പോൾ ബീച്ചിലോട്ട് പോകും. അവിടെ മറ്റേ വെള്ളച്ചാട്ടത്തിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയില്ലേ, അങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ കാണിച്ചിരാം. ഇല്ലെന്നുണ്ടെങ്കിൽ ചായ പിടിക്കാൻ പോകും, എവിടെയെങ്കിലൊക്കെ പോകും. അപ്പം വീഡിയോ എടുക്കാം. ഓക്കെ ഗൈസ്, മാങ്ങ തിന്നോണം. മാങ്ങ ഇവിടെ ഒരാൾ മാങ്ങ തിന്നു. മാങ്ങ തിന്നാണ്. ചെറിയൊരു തൊണ്ട ഓട്ടം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് വന്നേന് ചായ പിടിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി തന്നെ. അപ്പോൾ ചെറിയൊരു ഓട്ടം വിളിച്ചപ്പോൾ അങ്ങോട്ട് ഇപ്പോൾ വന്നിട്ട് മാങ്ങ തിന്നാണ്. ഈ മാങ്ങയും കൂടെ തിന്നിട്ട് ചായ പിടിക്കാൻ പോകും. അപ്പോൾ വീഡിയോ എടുക്കാം. ഓട്ടോ എല്ലാം കഴിഞ്ഞ് മാങ്ങ തീറ്റിയൊക്കെ ചായ പിടിക്കാൻ പോകും. ഒരു കാപ്പി കുടിക്കണം, ഭയങ്കര ചുമ. വെള്ളം എടുക്കണം. ഓട്ടോ കയറ്റി ഷീറ്റൊക്കെ മറിച്ചിട്ട് ഫ്രണ്ടിൽ ഫേസ് സ്പോട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പൂച്ച കയറിക്കണം കണ്ട, സീറ്റ് മറിച്ചിട്ടേക്കും. ഇത് കണ്ടോ വെച്ചാൽ അകത്തോട്ട് ഒരുങ്ങാൻ പോകും. ഒരുങ്ങിട്ട് വന്നിട്ട് വാങ്ങും വരും കണ്ടോ. അപ്പോൾ എന്തായാലും പോകുന്ന വഴിക്ക് കാണിച്ചു തരാം. ചുറ്റും കടന്നു വരികയാണ് ഈ നാട്. ഇലക്ഷനൊക്കെ സംബന്ധിച്ച് ഈ വഴിത്താരകളിലൂടെ ഈ വഴിത്താരകളെ അക്ഷരാർത്ഥത്തിൽ പുളകച്ചാൽ പണിയിച്ചുകൊണ്ട് ഈ വാഹനത്തിന് തൊട്ട് പിന്നിലായി ഒരു തുറന്ന വാഹനത്തിൽ എത്തിച്ചേരുകയാണ്. ജനനായകൻ
ഗൈസ് മന്തി മേടിക്കാൻ വേണ്ടി കയറിയതാണ് നമ്മുടെ ആലപ്പുഴ ആൾറീമിലോട്ട് വേണ്ടി. നമ്മൾ മന്തി ക്ലോസ് ചെയ്തെന്ന് പറയുന്നു. ഇനി പിന്നെ അപ്പം റൈസ് ഉണ്ടെങ്കിൽ റൈസ് മേടിക്കാൻ തോന്നും. നമ്മൾ ചിക്കൻ ഫ്രൈ ഉണ്ട്, മന്തി മേടിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ അവന്മാരോട് ക്ലോസ് ചെയ്തിരുന്നു. ഓർഡർ ഉള്ളതേ ഉള്ളൂ, റൈസ് വേണമെങ്കിൽ തരാമെന്ന് പറയുന്നു. നോക്കാൻ പോയിട്ടുണ്ട്, നോക്കട്ടെ. ഇനി റൈസേ കിട്ടിയുള്ളൂ, റൈസേ കിട്ടിയുള്ളൂ. കണ്ട റൈസ് കിട്ടിയുള്ളൂ. മന്തി ചോദിച്ചപ്പോൾ കണ്ട അവിടെ ഓഫ് ചെയ്ത്. അപ്പം നമ്മൾ റൈസെങ്കിലും തരാൻ പറഞ്ഞപ്പോൾ റൈസ് കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ ചിക്കൻ ഫ്രൈ ഉണ്ടല്ലോ, അതുകൊണ്ട് അടിക്കാമല്ലോ. വീട്ടിൽ ചിക്കൻ ഫ്രൈ ഉണ്ട്. അപ്പം നമ്മൾ ചിക്കൻ ഫ്രൈ ആയിട്ട് മന്തി കഴിക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. പക്ഷേ മന്തി ചോദിച്ചാൽ താമസിച്ചു. നമ്മൾ വന്നപ്പോൾ എടുത്ത് ലൈറ്റ് ഓഫ് ആക്കി. ഇനി എന്തായാലും വീട്ടിൽ പോയിട്ട് മന്തി റൈസും ചിക്കൻ ഫ്രൈയും ആയിട്ട് അടിക്കുക. നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട്. ചിക്കൻ ഫ്രൈയും മന്തി മയോണൈസും അൽറീമിന് മേടിച്ചത്. പടങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നതുവാ? ഏതോടെ കാണാൻ പോയിരുന്നു? വാഴ 2 കാണാൻ പോയിരുന്നതുവാ. അടിപൊളിയായിരുന്നോ? കരഞ്ഞ പടം കണ്ട് ലാസ്റ്റ് കരഞ്ഞതുവാ. അപ്പം ഇത് കഴിച്ചിട്ട് വരാം. ദുവാക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ഏതായിരുന്നു? ലാസ്റ്റ് ഏത് സീൻ? അച്ഛൻ മരിച്ച സീനാ? ഹാർട്ട് ടച്ചിങ് സീൻ അല്ലേ? പിന്നെ കോമഡി സീൻ ഏതൊക്കെയായിരുന്നു? പോലീസിനെ കളിയാക്കുന്ന സീനാണ് തിയേറ്ററിൽ കോമഡി ആയിട്ട് ഇഷ്ടപ്പെട്ടത് അല്ലേ? പിന്നെ എന്തായാലും ചോറ് കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ ചോറ് ജസ്റ്റ് അതേ നാരങ്ങ വീഴണം മന്തിക്കകത്ത്. നാരങ്ങ ഇല്ലാണ്ട് മന്തി തിന്നത്തില്ല. കഴിച്ചോ? അപ്പം നമ്മുടെ അൽറീമില്ല തക്കാളി ചമ്മന്തിയും വെള്ളച്ചമ്മന്തിയും ഉണ്ട്. അപ്പം നമ്മുടെ ആലപ്പുഴ അൽറീമിലെ മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലിലാണ്. ചിക്കൻ ഫ്രൈ ഇത് കഴിഞ്ഞ് ലാസ്റ്റ് അവർ നമ്മൾ ചോദിച്ചു റൈസ് എങ്കിലും ഉണ്ടാകുന്ന ചോദിച്ചപ്പോൾ റൈസ് തരാമെന്ന് പറയും. റൈസും അവിടെ ഇല്ല, ഷോർട്ടാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ സ്ഥിരം ചെല്ലുന്നതുകൊണ്ട് അവർ റെഡിയാക്കി തന്നു. മന്തി തിന്നാൻ പോവാണ്. അതവിടെ മോരെന്തിനായിരിക്കും മന്തിക്ക്? മോര് തിന്നാൻ മന്തി ഒരു ചിക്കൻ പീസും ഒരു സവാള മയോണൈസൊക്കെ കഴിച്ചിട്ടുണ്ട്. തക്കാളി ചമ്മന്തി ചിക്കൻ പീസൊക്കെ എടുക്കും. അപ്പോൾ അതേ മന്തിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഗേറ്റ് ഒന്ന് കുറ്റിയിടാൻ വേണ്ടി ഇറങ്ങിയാണ്. ഗേറ്റ് തുറന്ന് നടക്കില്ല, പട്ടിയൊക്കെ കയറി ചിലപ്പോൾ. ഫോട്ടോ ഒക്കെ നടക്കില്ല. അപ്പോൾ ഗൈസ് ദേ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ മേളിലോട്ട് വന്നതാണ്. അപ്പം മന്തിയും ചിക്കൻ ഫ്രൈയും കഴിച്ചു. ബേബി ഇവിടെ കിടന്ന് പാല് കുടിക്കുകയാണ്. കേട്ടോ അത് കിടന്ന് താഴത്ത് കിടന്ന് ഭയങ്കര സർക്കസ് ആയിരുന്നു. ഞാൻ മേളിലോട്ട് എടുത്തോണ്ടും വന്നതാണ്. എനിക്ക് മയ്യ ടോണിക്ക് മേടിച്ചിട്ടുണ്ട്. ചുമ
അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലോട്ട് എത്തിക്കുക. അപ്പോൾ നമുക്ക് അടിപൊളി കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.